ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു യോഗവിദ്യയെക്കുറിച്ചാണ്. ഈ യോഗവിദ്യ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. ആർക്കും ചെയ്യാം. ഇത് ചെയ്താൽ അപാരമായ ഈശ്വരാനുഗ്രഹം, മനസമാധാനം, സന്തോഷം, സമ്പത്ത്, അത്ഭുതകരമായ ജീവിതം മാറും. അത്ഭുതകരമായ സമ്പത്തുണ്ടാകും. മനസ്സിന് അതുപോലെ സന്തോഷം, സമാധാനം, അപാരമായ വശ്യം എന്ന് വേണ്ട ഈശ്വരനെ നിങ്ങൾക്കുള്ളിൽ അറിയാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള അപാരമായ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും, സമ്പത്തും ഉണ്ടാകും. എവറിത്തിങ്. ഇത് എല്ലാവർക്കും ചെയ്യാം. സ്ത്രീകൾക്കും ചെയ്യാം, പുരുഷന്മാർക്കും ചെയ്യാം, കുട്ടികൾക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അതുപോലെ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. എത്ര പാപം ചെയ്ത ആൾക്കോ പുണ്യം ചെയ്ത ആൾക്കോ അറിവില്ലാത്തവർക്കോ അറിവുള്ളവർക്കോ ആർക്കും ചെയ്യാം. അങ്ങനെയുള്ള ഒരു യോഗവിദ്യയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു യോഗവിദ്യ ചെയ്താൽ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം, സമാധാനം, സന്തോഷം എല്ലാം വരും. അത്ഭുതകരമായ ജീവിതം മാറും. ഇത് ഞാൻ പറഞ്ഞു തരാൻ കാര്യം, ഞാനിത് ഒരുപാട് ആലോചിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. കാരണം പലപ്പോഴും പുരുഷന്മാർ പലയിടത്തും പോയി പല വിദ്യകളുമൊക്കെ പഠിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കാണും. സ്ത്രീകൾ പലപ്പോഴും ആത്മീയമായിട്ടുള്ള ഇതുപോലെയുള്ള വിദ്യകൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ അതൊക്കെ അവർക്ക് അവസരങ്ങൾ കുറവായിരിക്കും പലപ്പോഴും. അത് അവരുടെ ചുറ്റുപാടുകൾ അല്ലെ വീട്ടിലെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം ഇത് എല്ലാവർക്കും, സ്ത്രീക്കും പുരുഷനും എപ്പോഴും തുല്യ നീതി തന്നെയാണ് എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം സ്ത്രീകൾക്കും അമ്മമാർക്കും പിന്നെ പുരുഷന്മാർക്കും എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടി അങ്ങനെ മനസ്സിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യും. ഇത് ദിവസവും രാവിലെ ചെയ്യാം, വൈകിട്ട് ചെയ്യാം, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം. മനസ്സിന് അപാരമായ ഒരു സന്തോഷം, സമാധാനം, മാത്രമല്ല വലിയ രീതിയിലുള്ള സമ്പൽ സമൃദ്ധി, എവരിത്തിങ് എല്ലാം ഉണ്ടായി വരുന്ന ഒരു അത്ഭുത യോഗവിദ്യയാണ്. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള ഒരു പ്രാണായാമമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. അപ്പോൾ അത് മുഴുവൻ കാണുക. ഇനി ഇത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അയാൾ എന്ത് വിദ്യയാണ് ചെയ്യുന്നതെന്ന്. ഇത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറൊരാൾക്കും അറിയത്തില്ല അയാൾ എന്ത് വിദ്യയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങളിത് ആരോടും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന എന്താണ് നിങ്ങൾ ചെയ്യുക. ആ അനന്തമായ സമാധാനം, സന്തോഷം, ആ ഈശ്വരാനുഭവം, സമ്പൽ സമൃദ്ധി ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളിത് ആരോടും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾക്ക് മാത്രം, ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഈ വിദ്യ എന്താണെന്ന് അറിയാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ചെയ്യാം. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കിനെയും ഈ വിദ്യ വേറൊരാൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നുകിൽ വീഡിയോ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു വിദ്യ നിങ്ങളത് എന്തുവാ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയരുത്. അപ്പോഴതിനൊരു നിഗൂഢമായൊരു സുഖമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ചിലരുണ്ട് എന്തുകൊണ്ടില്ല എല്ലാവരും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെയൊന്നും ചെയ്താൽ ഈ വിദ്യകളൊന്നും ആ ഫലം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന വിദ്യ അത് നിങ്ങൾ തന്നെ സ്വയം അനുഭവിക്കുക. ആരോടും പറയണ്ട എന്താ ചെയ്യുന്നത്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ധ്യാനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നു, എന്ത് വിദ്യയാണ് ചെയ്യുന്നതെന്ന് പറയരുത്. അത് നിങ്ങൾ അനുഭവിച്ചാൽ മതി. അതൊരു നിഗൂഢമായ ഒരു സുഖമാണ്. അത് നിഗൂഢമായ ഒരു ശക്തിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് നിലനിൽക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്, പൂർണ്ണ മനസ്സോടുകൂടിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവഭഗവാന്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നു. പിന്നെ വാട്സപ്പിൽ ഇന്ന് ചില മെസ്സേജുകൾ കണ്ടു, വീട് വിൽപ്പനയെല്ലാം ശരിയായി എന്നൊക്കെ പറഞ്ഞു. വളരെ ദുരിതങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഭദ്രകാളിയുടെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. പക്ഷേ അതത് ചെയ്യുന്നത് വീട് വിൽപ്പനയൊക്കെ ശരിയായി, നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം. പിന്നെ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പോ അങ്ങനെയാണ്ട് ഒരു 50,000 രൂപയുടെ ഒരു ഇതാണ്, അതിൻ്റെ ഒരു ഇത് കിട്ടി, അവാർഡാണ്, സ്കോളർഷിപ്പാണ്, അങ്ങനെയാണ്ടാണ് അക്കൗണ്ടിൽ വന്നു. 50,000 രൂപയുടെ ആണ്. അത് വളരെ സന്തോഷം. എല്ലാത്തിനും ഈശ്വരന്, പരമേശ്വരന് നന്ദി, അവിടുത്തെ മഹത്വം എല്ലാം അവിടുത്തെ സമർപ്പിക്കുന്നു. ഈ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അപ്പം നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. പരമേശ്വരനെ തന്നെ സമർപ്പിച്ച് പറഞ്ഞു തരികയാണ്. കാണുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും. ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന്
ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെയുള്ള മലയാളീസ്, ഘാന അങ്ങനെയൊക്കെ കണ്ട് ചില മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സമയമില്ല അവരെ നോക്കിക്കൊടുക്കാൻ. വളരെ സന്തോഷം. എത്രയോ പിന്നെ കടലുകൾ കടന്ന് ഈ നല്ല അറിവുകൾ അവിടെയുള്ള മലയാളീസാണ് അവരിലേക്കൊക്കെ എത്തുന്നു. അതിപ്പം കാനഡ, അമേരിക്ക, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ആഫ്രിക്കൻ രാജ്യമായ ഘാന, പിന്നെ മെക്സിക്കോ, ഫിലിപ്പൈൻസ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ മലയാളീസ്, ജപ്പാൻ, പിന്നെ മിക്കവാറും ഈ ഗൾഫിലുള്ള മലയാളീസ്. അത് പണ്ട് തൊട്ടേ അവർ ഒരുപാട് ഇതെല്ലാം കാണുന്നവരും ഒക്കെയാണ്. അവരൊക്കെ പണ്ട് തൊട്ടേ നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. വിദേശത്തുള്ള മലയാളികൾ, ഗൾഫിലുള്ളത്. ഇനി ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും പല മലയാളീസ്, ഈവൻ നേപ്പാളിൽ പോലും ആണെങ്കിലും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് ആണെങ്കിലും ഒക്കെ എല്ലാ മലയാളീസും അവരൊക്കെ വിളക്ക് വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ വീഡിയോയിലെ പല കാര്യങ്ങളും കണ്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരെയും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ലോകത്തിൻ്റെ എത്രയോ വിവിധ ഭാഗങ്ങളിലുള്ള എത്രയോ ആളുകൾ, അവർക്കെല്ലാം വേണ്ടി മനസ്സ് നിറഞ്ഞാണ് ഈ യോഗവിദ്യ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യട്ടെ എന്ന് പരമേശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭഗവാന്റെ മഹത്വം. യാതൊന്നും എൻ്റെ ഇല്ല, എല്ലാം ഭഗവാന്റെ തന്നെ മഹത്വം. ഞാൻ ഈ വിദ്യയിലേക്ക് വരാം. നിങ്ങൾക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ യോഗവിദ്യ. ആർക്കും ചെയ്യാം, ആർക്കും. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സന്തോഷവാന്മാരും ഏറ്റവും കഴിവുള്ളവരും ഏറ്റവും ബുദ്ധിശാലികളും ഏറ്റവും വശ്യതയും ആകർഷണ ശക്തിയുള്ളവരും സമ്പൽ സമൃദ്ധിയുള്ളവരും എന്ന് വേണ്ട ഒരു മനോഹരമായ നദി പോലെ അവരുടെ ജീവിതം അങ്ങനെ ഒഴുകിപ്പോകും. അവസാനം ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ പിന്നെ ഇപ്പം ഫ്രീ ആകുമ്പോഴേ റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഞാൻ നേരിട്ട് വന്നാലും വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാത്തതുകൊണ്ട് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് സാഹചര്യം. അത് പുതിയതായിട്ട് ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിൽ ഇത് പറയുന്നത്. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും, ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുരു പരമേശ്വരൻ തന്നെയാണ്. എൻ്റെ ഗുരുവും ദൈവവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ആ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ തന്നെ പാദസ്മരണ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിദ്യ പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും അത് ഗുണം ചെയ്യട്ടെ എന്നൊരൊറ്റ പ്രാർത്ഥനയിൽ പറഞ്ഞു തരികയാണ്. ഹൃദയത്തിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞു തരികയാണ്. ശിവോഹം. ഓം ശിവം സർവം ശിവോഹം എന്ന് വെച്ചാൽ എല്ലാം ശിവനാണ്. ഓം ശിവം സർവം ശിവോഹം. ദേഹം ശംഭും ശിവോഹം, ദേഹം ശരീരം അതും ശിവനാണ്. ദേവം വിഭും ശിവോഹം, എൻ്റെ ദേവനും ശിവനാണ്. ഗുരും പരം ശിവോഹം, എൻ്റെ ഗുരുവും ശിവനാണ്. ഇത് അഘോരികൾ ജപിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പം എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. അതിന് ഞാൻ ആ വരികളൊന്ന് വിവരിച്ച്, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അതൊക്കെ അറിയാം. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ നല്ല അറിവ് കിട്ടിക്കോട്ടെ എന്ന് കരുതി വിവരിച്ചാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം കേട്ടോ. അതിൻ്റെ കുഴപ്പം ചിലപ്പം കാല് വയ്യാത്തൊരു കാണും, അവർ കസേര ഇരുന്ന് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കഴിവതും നിങ്ങൾ ഈ വിദ്യ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം, വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രാവിലെ ചെയ്യണം. ഏറ്റവും രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. കാരണം ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ തരുവാ നിങ്ങൾക്ക്. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രാവിലെ ചെയ്യണം. അത്ഭുതകരമായ ജീവിതം മാറും. അത്ഭുതകരമായ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ മാറ്റങ്ങളുണ്ടാകും. രാവിലെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യണം. ആ രഹസ്യമായ പ്രാണായാമം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഭഗവാനെ, ശിവഭഗവാനെ, പരമേശ്വര, എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാണായാമം പറഞ്ഞു തരികയാണ്. നിങ്ങൾ പരമശിവനെ തന്നെ ഗുരുവായി സങ്കല്പിച്ചു കൊള്ളുക. പരമശിവനെയും പാർവതിയെയും ഗുരുവായി സങ്കല്പിച്ച് ചെയ്തുകൊള്ളുക. അതിനപ്പുറത്ത് യാതൊന്നുമില്ല.
ശ്വാസം നിങ്ങൾ വടക്കോട്ട് രാവിലെ ചെയ്യുമ്പം വടക്കോട്ട് തിരിഞ്ഞിരുന്നു. ശ്വാസം സാധാരണ രീതിയിൽ നിങ്ങളുടെ ശ്വാസം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ശ്വാസം ദീർഘമായിട്ട് എടുത്തിട്ട് ദീർഘമായിട്ട് വിടുക, അതൊന്നുമല്ല. സാധാരണ എടുക്കുന്ന ചെറിയ ശ്വാസം, നമ്മൾ എപ്പോഴും എടുക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, ആ ശ്വാസം സ്വാഭാവിക ശ്വാസത്തെ കണ്ണടച്ചുകൊണ്ട് ആ സ്വാഭാവിക ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ ശിവ എന്ന് ഉച്ചരിക്കുക. കണ്ണടച്ചുകൊണ്ട് ചെയ്യുക, നല്ല അനുഭവമാണ്. കണ്ണ് തുറന്നുകൊണ്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എങ്ങനെ വേണമെങ്കിലും കണ്ണ് തുറന്നുകൊണ്ടോ അടച്ചുകൊണ്ടോ ചെയ്യാം. അപ്പം നിങ്ങൾ രാവിലെ ചെയ്യുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞാണെങ്കിൽ കണ്ണടച്ച് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക. കണ്ണ് അടച്ചിരുന്ന് ചെയ്യുന്നതും കണ്ണ് തുറന്നിരുന്ന് ചെയ്യുന്നതും എല്ലാം ഫലം കിട്ടും, അതിൻ്റെ അതൊന്നും സംശയത്തിൻ്റെ കാര്യമില്ല. അപ്പം ശ്വാസം അകത്തേക്ക് പോകുമ്പം ശിവ എന്ന് മനസ്സിൽ ഉച്ചരിക്കുക. ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ എന്ന് മനസ്സിൽ ഉച്ചരിക്കുക. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഏത് ശ്വാസമാണ്? സാധാരണയുള്ള ശ്വാസം. ശിവ അകത്തേക്ക് പോകുമ്പോൾ, വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ. മനസ്സിൽ ജപിച്ചാൽ മതി ഇത് രണ്ടും. ശിവ ശിവായ. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശിവ, വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ. അകത്തേക്ക് പോകുമ്പോൾ ശിവ, വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ. അകത്തേക്ക് പോകുമ്പോൾ ശിവ, വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ. അകത്തേക്ക് പോകുമ്പോൾ ശിവ, വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ എന്ന് മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുക. ഇത് കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ശൂന്യത അനുഭവപ്പെടും, ഒരു ഒന്നുമില്ലായ്മ അനുഭവപ്പെടും. ആ സമയത്ത് ഒന്നും പിന്നെ ചിന്തിക്കേണ്ട, കണ്ണടച്ച് വെറുതെ ഇരിക്കുക. ആ ശൂന്യതയെ, ആ ഉള്ളിൽ അനുഭവപ്പെട്ട ശൂന്യതയെ ധ്യാനിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക. ഇത് രാവിലെ ചെയ്യുക, വൈകിട്ട് ചെയ്യുക. വൈകിട്ട് ചെയ്യുമ്പോഴും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുക, നല്ലതാണ്. നിങ്ങൾക്കല്ലാതെ നിങ്ങൾ ഓഫീസിൽ ഇരിക്കുമ്പോഴോ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴോ ഇടവേളകളിൽ കണ്ണ് തുറന്നുകൊണ്ട് ഒരു മിനിറ്റോ അരമിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാം. അപ്പം കണ്ണ് തുറന്ന് ചെയ്താൽ മതി. കണ്ണ് തുറന്നുകൊണ്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ആ ശിവ ശിവായ, ശിവ ശിവായ, ശിവ ശിവായ, ശിവ ശിവായ ഇതിങ്ങനെ കുറച്ച് നിങ്ങളിങ്ങനെ ജപിച്ച് ശ്വാസത്തോടൊപ്പം അകത്തേക്കും, ശ്വാസം അകത്തേക്ക് പോകുമ്പം ശിവ, വെളിയിലോട്ട് പോകുമ്പോൾ ശിവായ ജപിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഒരു 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 അനുഭവം ഉണ്ടാകും. നിങ്ങൾക്കൊരു ശൂന്യത, ഒരു സന്തോഷം ഒക്കെ ഉള്ളിലുണ്ടായി വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് 1 സെക്കൻഡോ 1/2 സെക്കൻഡോ 10 സെക്കൻഡോ എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് ഉള്ളിലൊന്ന് ആ ശൂന്യതയെ ധ്യാനിച്ച് ഒരല്പം നേരം ഇരിക്കുക, എന്നിട്ട് കണ്ണ് തുറക്കുക. ഇത് നിങ്ങൾ വണ്ടി ഇരുന്നുകൊണ്ടോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ നടന്നുകൊണ്ടോ ചെയ്യരുത്. സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരുന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ചെയ്യാം. ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും ചെയ്യാം. ഖാന ഇരുന്നുകൊണ്ട് ചെയ്യാം, സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട്, എവിടെയെല്ലാം നമ്മുടെ ഫോളോ ചെയ്യുന്ന മലയാളീസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, ജപ്പാനിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, അവിടെ എല്ലാം നമ്മുടെ ഈ വീഡിയോ ഫോളോ ചെയ്യുന്ന മലയാളീസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് രാജ്യഭേദങ്ങളില്ല, നിങ്ങൾക്ക് ആർക്കും ചെയ്യാം, ഏത് വ്യക്തിക്കും ചെയ്യാം. ഇന്ന ആൾക്കെന്നൊന്നും ഇതില്ല. ഇത് ഈശ്വര്യമായ നല്ല വിദ്യയാണ്. ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ ചെയ്യുന്ന ആരോടും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്ന എന്നാന്ന് ആർക്കും അറിയത്തില്ല. ധ്യാനിക്കുകയാണ് അല്ലെ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ ശ്വാസത്തോടൊപ്പം ഈ ജപിക്കുന്ന മന്ത്രം, ഈ വിദ്യ നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞാലേ മറ്റുള്ളവർ അറിയത്തുള്ളൂ, ആരും അറിയണ്ട. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, അല്ലെ ഒന്ന് മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ മതി. ഇത് ആരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങളത് അനുഭവിക്കുക. ഇത് കൂടുതൽ സമയം ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യേണ്ട. അത് കുറേ നാളായി കഴിയുമ്പം പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ കപ്പാസിറ്റി പോലെ, നിങ്ങളുടെ ഒരു ശാരീരികവും മാനസികമായ സ്ഥിതി പോലെ നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ നീട്ടാം. അത് നിങ്ങളുടെ ഇഷ്ടം. ആദ്യം ഒരു മിനിറ്റോ 1/2 മിനിറ്റോ അല്പനേരം ചെയ്താൽ മതി. പിന്നെ കൂട്ടി വന്നാൽ മതി. അതെല്ലാം നിങ്ങളുടെ ആ ഒരു ശാരീരിക മാനസികമായ ഒരു സന്തോഷം, സ്ഥിതി ഒക്കെ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഇത് ഏതൊരാൾക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ചില രഹസ്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ശിവ അല്ലെ ശിവ എന്ന് ഉച്ചരിച്ചാൽ അതിനപ്പുറത്തൊരു വിദ്യയില്ല. ശിവശിവ എങ്കിലർ തീവണയാളർ ശിവശിവ என்றிடா തീവണയുമാലും ശിവശിവ என்றிடா തേവരുമാവർ. ശിവശിവ എന്ന ശിവഗതിതാണ്. ശിവശിവ എന്ന് ഉച്ചരിച്ചാൽ ഈ ജന്മത്തിലെ പാപങ്ങളെല്ലാം തീരും. ശിവശിവ എന്ന് ഉച്ചരിച്ചാൽ മുൻ ജന്മത്തിലെ പാപങ്ങളും തീരും.
ശിവശിവ എന്ന് ഉച്ചരിച്ചാൽ ഈ ജന്മത്തിൽ ഇനി പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകത്തില്ല. ശിവശിവ എന്ന് വിളിച്ചാൽ ആ അനശ്വരനായ ആ പ്രപഞ്ചബോധത്തെ, ആ സർവേശ്വരനെ അനുഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിനപ്പുറത്ത് വിദ്യയില്ല. ശിവ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? ശിവ എന്ന അകത്തേക്ക്, വെളിയിലോട്ട് ശിവായ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും സ്വാഭാവികമായിട്ടാകുമ്പോൾ അത് ഏകദേശം ഒരു തുല്യ അളവിലായിരിക്കും. അപ്പോൾ സമമായിട്ട് മനസ്സിനെ അകത്തോട്ടും കൊണ്ടുവന്നു, സമമായിട്ട് മനസ്സിനെ പുറത്തോട്ടും കൊണ്ടുവന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. ചെറിയ വലിയ ഒരു കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. നമ്മുടെ ശ്വാസം സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ശ്വാസത്തോടൊപ്പം മനസ്സും കൂടി, നമ്മുടെ മനസ്സും കൂടി ചേർത്തെടുക്കുമ്പോൾ, അല്ല മനസ്സും കൂടി ശ്രദ്ധിച്ച് ശ്വാസം അകത്തേക്ക്, സ്വാഭാവിക ശ്വാസം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം. ശ്വാസം എടുക്കുന്ന കൂട്ടത്തിൽ ശിവ എന്ന് ജപിക്കുന്നു, വിടുമ്പം ശിവായ. അപ്പം നമ്മളുടെ മനസ്സ് ഈ പകുതി അകത്തേക്കും പകുതി പുറത്തേക്കും സമമായിട്ട് ഒരേ സമയം മനസ്സ് സഞ്ചരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? സമമായിട്ട്. അങ്ങനെ ഒരു സമമായിട്ട് സന്തുലിതമായിട്ട് മനസ്സ് സഞ്ചരിക്കുമ്പോൾ മനസ്സിനെ ആ ഒരു അപാരമായ ആ മനസ്സിനൊരു സ്ഥിരത, ആ മനസ്സ് തെളിഞ്ഞ മനസ്സാകും, ശുദ്ധ മനസ്സാകും, ശുദ്ധബോധമാകും. ആ ശുദ്ധബോധം തന്നെയാണ് ഈശ്വരൻ. നിങ്ങൾ ആ ശുദ്ധബോധത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സുഖമായിരിക്കും. അങ്ങനെ ഇരിക്കാൻ പറ്റിക്കഴിയുമ്പോൾ നിങ്ങൾ അനുഭവത്തിലേക്കും വലിയൊരു സുഖമായിരിക്കും ആ ശുദ്ധബോധത്തെ അനുഭവിക്കുന്നത്. അവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല, ഉത്കണ്ഠകളില്ല, ആകുലതകളില്ല, യാതൊരു തരത്തിലുള്ള വിഷമങ്ങളുമില്ല, സന്തോഷമില്ല, സങ്കടമില്ല, യാതൊന്നുമില്ലാത്ത ഒരു അനന്തമായ ശൂന്യത. നിങ്ങൾ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ സുഖങ്ങളിൽ ഒന്നായിരിക്കും ആ ശുദ്ധമായ ബോധത്തെ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ആ ഇതുവരെയുള്ള എല്ലാ കർമ്മദോഷങ്ങളും തീരും. നിങ്ങളിലുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും. നിങ്ങളിലെ ഈശ്വര്യമായ ഗുണങ്ങൾ ഉണ്ടായി വരും. ഈശ്വര്യമായ ഗുണങ്ങളല്ല, സമാധാനം, സന്തോഷം, ഐശ്വര്യം, സമൃദ്ധി, നന്മ, ഇങ്ങനെ ഈശ്വര്യമായ ഗുണങ്ങളെല്ലാം ഉണ്ടായി വരും. ഇത് നിത്യേന നിങ്ങൾ ചെയ്തു പോന്നാൽ ഒരു ദിവസം തന്നെ പല തവണ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം. അത് കണ്ണ് തുറന്നുകൊണ്ട് ചെയ്താൽ മതി. രാവിലെയും വൈകിട്ടും നിങ്ങൾ വടക്കോട്ടിരുന്ന് തന്നെ ചെയ്യണം. അല്ലാത്ത ഇടവേളയിൽ ചെയ്യുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യണമെന്നില്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏത് ദിക്കിലേക്ക് നോക്കിയിരുന്നും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, കണ്ണ് തുറന്ന് ചെയ്യാം, ഒക്കെ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒരു ദിവസം തന്നെ പല പല ഇടവേളകളിൽ ചെയ്യുമ്പോൾ ഈ വിദ്യ ചെയ്തു പോന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. നിങ്ങൾ ഈശ്വരനെ അറിയും. ഈശ്വരനെ നിങ്ങൾ അറിയും. ഈശ്വരനെ നിങ്ങൾക്കാരും പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കും. അനന്തമായ നിശബ്ദത, അനന്തമായ സൈലൻസ്, ആ ശുദ്ധമായ ബോധം, ആ മനസ്സിൻ്റെ സമമായ അവസ്ഥ. എന്താണ് മനസ്സിൻ്റെ സമമായ അവസ്ഥ? എങ്ങനെയാണ് സമമായ അവസ്ഥ ഉണ്ടാകുന്നത്? മനസ്സ് ഏകദേശം ഒരു തുല്യ അളവിൽ ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും വെളിയിലോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സും അതോടൊപ്പം പോകുന്നു. അങ്ങനെ മനസ്സിൻ്റെ ഒരു സമമായ അവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങൾ ഈശ്വരനെ അറിയും. നിങ്ങൾ ആ ഈശ്വരനെ ലയിച്ചിരിക്കും. നിങ്ങൾക്കപ്പം നിങ്ങളുടെ ജീവിതത്തിലെ യാതൊരു ദുഃഖങ്ങളുമില്ല, നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാം ആ ഈശ്വര കൃപയാൽ നടത്തപ്പെടും. നിങ്ങൾ നയിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ കഴിവാണ്. അങ്ങനെയല്ല. ഈശ്വരനാൽ നിങ്ങൾ നയിക്കപ്പെടും. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ ആരാണെങ്കിലും. ഇപ്പോൾ ഈശ്വരനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. നമ്മൾ കാണുന്നതെല്ലാം നന്മകളായിരിക്കും. നമ്മൾ കേൾക്കുന്നതെല്ലാം നന്മകളായിരിക്കും. നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം നന്മയുള്ള ആളുകളായിരിക്കും. നമ്മളിലേക്ക് വരുന്നതെല്ലാം നന്മകളായിരിക്കും. ആവശ്യമില്ലാത്ത തട്ടിപ്പുകാരോ വെട്ടിപ്പുകാരോ ഒന്നും നമ്മളിലേക്ക് വരത്തില്ല. നമ്മുടെ ഏഴ് അയൽവക്കത്ത് പോലും വരത്തില്ല. കാരണം നമ്മളിൽ അപാരമായ ഈശ്വരനാണ് നമ്മളെ നയിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. എല്ലാവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. ഞാനിത് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. എനിക്ക് ആരോടും ഒരു പക്ഷാപാതമില്ല. എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ വീഡിയോ കാണത്തുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം ചെയ്യട്ടെ. കാണുന്നവരെല്ലാം ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ്. മറ്റുള്ള ഇംഗ്ലീഷുകാരൊന്നും വീഡിയോ ഒന്നും കാണത്തില്ല. അപ്പം പിന്നെ നമ്മൾ കാണുന്നവർ എല്ലാവർക്കും വേണ്ടി ആണ് ഈ വിദ്യ പറഞ്ഞു തരുന്നത്. ഞാനിത്
അൾട്ടിമേറ്റായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മനസ്സിൽ അതുപോലെ സന്തോഷം ഉണ്ടാകും, അതുപോലെ സമാധാനം ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ ജീവിതം മാറും അത്ഭുതകരമായിട്ട്. നിങ്ങൾ ആ മനസ്സിൻ്റെ ശക്തി അറിയും, ഈശ്വരൻ എന്താണെന്ന് അറിയും. ഈശ്വരനെ ഈ വിദ്യ ചെയ്ത് നിങ്ങൾ ഈശ്വരനെ ആ ശുദ്ധമായ ബോധത്തെ അനുഭവിക്കാൻ തുടങ്ങിയാൽ ഈശ്വരൻ എന്നുള്ളത് അന്നു മുതൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഈശ്വരൻ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്, ശിവവിദ്യ എന്നതാണ്. അപ്പം ഭഗവാനെ മാത്രം ചിന്തിച്ച് നടക്കുന്ന ആളാണ്. ഓരോ ശ്വാസത്തിലും ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ നാവിൽ നിന്ന് വരുന്ന വെറുതെ ആകത്തിലൊരിക്കലും. കാരണം മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, അകവും പുറവും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും വെറുതെ ആകത്തില്ല, അത് ബലമാകും. അത് നിങ്ങളുടെ ഉള്ളിൽ അത് ഒരു അനുഗ്രഹമായി തീരും. അതുപോലെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അറിയട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും ചെയ്യട്ടെ. നിങ്ങളിത് ചെയ്യുമ്പം ഇത് ചെയ്യുന്നെന്നുള്ളത് മറ്റുള്ളവർ പറയണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളങ്ങനെ പറയാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ സുഖം ഏറ്റവും കൂടുതൽ ഉള്ളിലുണ്ടാകുന്നത്. ഇനി അത്യാവശ്യം ആരുടെങ്കിലും പറഞ്ഞോന്ന് കരുതി ദോഷമൊന്നുമില്ല കേട്ടോ, കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആരും അറിയാത്ത ഒരു രഹസ്യം ആ വിദ്യ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ഒരു നിഗൂഢമായ ഒരു അനുഭൂതി ഉണ്ടാകും. അതിനുവേണ്ടി പറഞ്ഞു. അല്ല നിങ്ങളിപ്പോൾ ഒരാളോട് പറഞ്ഞെന്ന് കരുതി ദോഷമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അവരൊന്നും നന്നാകുന്നത് നന്നാകട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം പിന്നെ ഒരുപാട് ആളുകളിലേക്ക് പറഞ്ഞുകൊണ്ട് നടക്കരുത് ഇങ്ങനെയുള്ള വിദ്യകളൊന്നും. ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഗുണമാകട്ടെ. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. ആ ഭഗവാന്റെ ആ ഒരു അനുഭൂതി എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞു തരുന്ന ഈ നിമിഷം എത്രയോ ധന്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഭഗവാന്റെ ആ ഒരു അപാരമായ, നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു മനസ്സിലെ ആ ഒരു നിർവൃതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നിസ്സംഗതയാണ് എൻ്റെ ആ കണ്ണുകളിലും, അല്ലെങ്കിൽ ഞാൻ പറയുമ്പം എൻ്റെ ആ മുഖത്തുമല്ല. ആ ഒരു നിസ്സംഗതയാണ്. ആ ഭഗവാന്റെ ആ യോഗയുടെ അത്ഭുതകരമായ ഒരു ശക്തിയാണ്. നിസ്സംഗതയാണ് ഏറ്റവും വലിയ അനുഭവം. ഉള്ളിലുണ്ടാകുന്ന നിസ്സംഗത. അവിടെ പുണ്യഭാവങ്ങളില്ല, അവിടെ ദ്വൈതഭാവങ്ങളില്ല, എല്ലാം അദ്വൈത, രണ്ടെന്നുള്ള ഭാവമില്ല, എല്ലാം ഒന്നാണ്. ആ ശുദ്ധമായ ബോധം മാത്രം. അതിലേക്കുള്ള യാത്രയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ, ദ സോൾ പർപ്പസ്. എല്ലാ ആത്മാവിൻ്റെയും സോൾ പർപ്പസ് അത് തന്നെയാണ്. പക്ഷെ ചിലരതിനെ കണ്ടെത്തുന്നു, ചിലരതിനെ കണ്ടെത്തുന്നില്ല. ചിലർ കണ്ടെത്തിയാലും ചെയ്യുന്നില്ല, ചിലർ അതിനെ കണ്ടെത്തിയാൽ അത് ചെയ്ത് അതായിത്തീരുന്നു. അതെല്ലാം ഓരോരുത്തർക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും അവരുടെ കർമ്മങ്ങളും എല്ലാം അനുസരിച്ചാണ്. എനിക്ക് ഈശ്വരൻ നൽകിയ ആ നിയോഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവർക്കും, കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾ, എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾ ആരാണേലും ചെയ്യാം. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നു, താഴ്ന്ന ഒരു നിലയിലുള്ള ആളാണേലും ഉയർന്ന ഒരു നിലയിലുള്ള ആണേലും പണക്കാരനാണേലും പാവപ്പെട്ടവനാണേലും, ഇത് അപാരമായ ദൈവികമായ ഒരു ശക്തിയാണ് ഉള്ളിൽ ഉണ്ടായി വരുന്നത്. അപാരമായ ഒരു ശക്തിയാണ്. ഇനി വേറൊരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ഇന്ന് വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യാൻ പറഞ്ഞതിൻ്റെ രഹസ്യം എന്നാണെന്നറിയോ? ഇത്രയും വീഡിയോ ഇത്രയും നേരം ആരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല. വടക്ക് ആരുണ്ട്? സാക്ഷാൽ പരമേശ്വരൻ ഹിമാലയത്തിൽ, അവിടുന്ന് അനന്തമായ ശക്തി ഊർജം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കൊരു സഹായം ഉണ്ടാവും. അതൊരു രഹസ്യമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. വടക്ക് ദിക്ക് നോക്കി ചെയ്യണമെന്ന് പറഞ്ഞ രഹസ്യം അതാണ്. നിങ്ങൾ മാറും, അവിടുത്തെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ആദ്യമായിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു രഹസ്യമാണ്. ഈ വടക്കോട്ട് നോക്കി ജപിക്കുമ്പോൾ വടക്ക് ഹിമാലയം, അവിടെ കൈലാസം എന്നൊരു പർവ്വതമുണ്ട്, അവിടെ ശിവൻ വസിക്കുന്നുണ്ട് എന്ന ചിന്തയിൽ ചെയ്താൽ അവിടുന്ന് ഒരു കണക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വടക്ക് വശത്ത് അപ്പുറത്തുകാരൻ്റെ വീടാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ ആ ഫലം കിട്ടത്തില്ല. വടക്കൊരു പർവ്വതമുണ്ട്, കൈലാസമെന്ന് അവിടെ ഒരു പർവ്വത ശിഖരമുണ്ട്, ആ ഒരു പർവ്വതമുണ്ട്,
ആ കൈലാസത്തിൽ മഹായോഗി ശിവൻ വസിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് ജപിച്ചാൽ അവിടുന്ന് ഒരു കണക്ഷൻ കിട്ടും. മനസ്സിൽ എന്ത് ഭാവിക്കുന്നോ അതായിത്തീരും, അത് നമുക്ക് അനുഭവമായിത്തീരും എന്നുള്ളതാണ്. ഇനി ഭസ്മത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നിർത്താം. ഞാനെപ്പോഴും ഭസ്മം ഉപയോഗിക്കാറുള്ളത്. ഇപ്പം എന്നെ അറിയാവുന്നവർ, ഞാൻ ക്ഷേത്രത്തിൽ ചെന്നാൽ തിരുമേനിമാരുടെ ഭസ്മം ഉണ്ടെങ്കിൽ ഭസ്മം തരും. എനിക്ക് ചന്ദനത്തേക്കാൾ കുങ്കുമത്തേക്കാൾ എല്ലാം പ്രിയം ഭസ്മം തന്നെ. അപ്പോൾ പിന്നെ അറിയാൻ വയ്യാത്തവരുണ്ട്, ചന്ദനം തന്നാലും ഞാൻ സ്വീകരിക്കും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഭസ്മം തന്നെയാണ്. ഭസ്മം, രുദ്രാക്ഷം, ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഭസ്മത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. രാവിലെ ഭസ്മം തൊടുമ്പോൾ നനച്ച ഭസ്മം തൊടണം. നനച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഈർപ്പം വലിച്ചെടുക്കാനും ഒക്കെ നല്ലതാണ്. ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് തൊടണം. ഈ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമഃശിവായ ജപിച്ച് നനച്ച ഭസ്മം കുളി കഴിഞ്ഞ് തൊടണം. നല്ല മാറ്റം വരും. ഇവിടെ ഈ തൊണ്ടയുടെ അവിടെയും ഓം നമഃശിവായ ജപിച്ച് നനച്ച ഭസ്മം കുളിച്ചിട്ട് ഒരല്പം മതി വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുക. ഒരുപാടൊന്നും വേണം, തൊട്ടാൽ മതി. ഇനി വൈകുന്ന പാട് നനയ്ക്കാത്ത ഭസ്മം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമഃശിവായ ജപിച്ച് അല്പം തൊടുക. ഇവിടെ ഒന്ന് ജസ്റ്റ് തൊടിയിച്ചാൽ മതി. ഇവിടെ ഒന്ന് ജസ്റ്റ് തൊടിയിച്ചാൽ മതി. ഇവിടെ തൊടുന്ന പോലെ വിശാലമായിട്ട് തോന്നുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് തൊടിയിച്ചാൽ മതി. എന്താണെന്നറിയോ, ഈ വൈകുന്നപാടത്താണെങ്കിലും നമ്മുടെ ശരീരത്തിന് ചുറ്റും അണുക്കളും ഒക്കെയാണ് അന്തരീക്ഷത്തിൽ. ആ അണുക്കൾ ഒക്കെ അതിൽ നിന്നൊക്കെ നമുക്കൊരു സംരക്ഷണമാണ് ഭസ്മം. പിന്നെ കുളി കഴിയുമ്പോൾ ഈർപ്പത്തെ വലിച്ചെടുക്കും. പിന്നെ ഭസ്മം ഓം നമഃശിവായ ജപിച്ച് തൊട്ടാൽ നമ്മളുടെ ഈ 2 സ്ഥാനങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചെയ്യാം കേട്ടോ, ആർക്കും ചെയ്യാം. നിങ്ങളുടെ പാപങ്ങളില്ലാതാവും. അതാണ് എൻ്റെ രഹസ്യം. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതാ പറഞ്ഞു തരുന്നത്. ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ കേൾക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ, അനുഭവമുള്ള കാര്യങ്ങൾ, അത് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അത് ആർക്കാണെങ്കിലും നല്ലത് മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ കാണുന്നത് വാട്സപ്പിലെല്ലാം നോക്കാൻ പറ്റത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു സത്യസന്ധമായ കാര്യം ആരോട് പറഞ്ഞു കൊടുക്കും. ഒരു തെറ്റെന്ന് തോന്നുന്ന കാര്യം തെറ്റെന്ന് പറഞ്ഞു കൊടുക്കും, ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കൂ. അത് ശിവനെ സങ്കല്പിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്, ഭഗവാനെ സമർപ്പിച്ചു, അല്ല വേറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഭസ്മധാരണം കൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളില്ലാതാകും. പിന്നെ കൂവളം ഉണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ചുവട്ടിൽ സന്ധ്യാസമയത്തോ, അപ്പം ഈ കൂവളത്തിൻ്റെ ചുവട്ടിലെല്ലാം കാടും പിടിച്ച് അതിൻ്റെ ചുവട്ടിൽ പോയി ഒന്ന് ജപിക്കരുത്. എല്ലാം വൃത്തിയാക്കിയ, കാരണം കാടിനകത്തൊക്കെ വല്ലതൊക്കെ ഉണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെയുള്ള കൂവളം നിൽക്കുന്നിടത്ത് എല്ലാം വൃത്തിയായിട്ടുള്ള, ചുറ്റുപാടൊക്കെ വൃത്തിയുള്ളിടത്ത്, കാട്ടിലൊന്നും കയറി അങ്ങനെ പോകരുതെന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത്. നമ്മളിപ്പം ഒരു കൂവളം നിൽക്കുന്ന ആ കൂവളത്തിൻ്റെ ചുവടെല്ലാം നല്ല വൃത്തിയാക്കിയതാണ്. എങ്ങനെ ഉള്ളിടത്താണെങ്കിൽ നമ്മൾ ആ ചുവട്ടിൽ പോയെന്ന് രാവിലെയോ ഉച്ചയ്ക്കോ സന്ധ്യയ്ക്കോ ഏതെങ്കിലും ഒരു സമയം ഓം നമഃശിവായ ജപിച്ചാൽ വലിയ മാറ്റം വരും ജീവിതത്തിൽ. അത് ഉണ്ടെങ്കിൽ ചെയ്യണ്ട, അതേക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണ്, ശിവനിലേക്കുള്ള, അല്ലെങ്കിൽ ശിവൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധമായ ബോധമാണ്. അത്രയേ ഉള്ളൂ. അത് ആ പ്രപഞ്ചബോധം തന്നെയാണ്, അതിലേക്കുള്ള വഴിയാണ്. നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്കുള്ള യാത്ര തന്നെയായത്. നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്കുള്ള യാത്ര തന്നെയായത്. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ശിവബോധം അല്ലെങ്കിൽ ശുദ്ധമായ ബോധം, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ശിവാന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജം മുകളിലേക്ക് ഉയരുന്നു. മുകളിലേക്ക് ഉയരുന്ന ഊർജം ആ ശിവലിംഗത്തിന് മുകളിലോട്ട് ഉയരുന്ന ആ ഒരു രീതിയിലായിരിക്കും. അത് വാ എന്ന് ജപിക്കുമ്പോൾ ഈ ഊർജം സൈഡിലേക്ക് വ്യാപിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ശിവലിംഗത്തിൻ്റെ ആകൃതിയിലായിരിക്കും ഈ ഊർജം മുകളിലോട്ട് ഉയരുന്നതും വ്യാപിക്കുന്നതും. അത് തന്നെയാണ് ഉള്ളിൽ ആ ഊർജത്തിൻ്റെ ഒരു ചലനമാണ് ആ ശിവലിംഗം. ആ ശിവലിംഗാകൃതിയുള്ള രൂപം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിൻ്റെ ചലനം. ശിവാന്ന് ജപിക്കുമ്പോഴുള്ള ഊർജത്തിൻ്റെ ചലനം. ഷീന്ന് ജപിക്കുമ്പോൾ മുകളിലോട്ട് ഊർജം പോകുന്നു, വാന്ന് ജപിക്കുമ്പോൾ സൈഡിലേക്ക് ഊർജം വ്യാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഊർജത്തിൻ്റെ ആ ചലനമാണ്, ശിവാന്ന് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനമാണ് ആ ശിവലിംഗ രൂപത്തിൻ്റെ ആകൃതി. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഭഗവാനെ അനുഭവിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ ഓരോ നിമിഷവും ലയിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം ശിവായ നമഃ യനവശിമാ മവയനശി
ശിയനമവ വശിമയന ഓം. ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ என்றடா തീവിണയുമാലും ശിവശിവ என்றடா തേവരുമാവർ ശിവശിവ എന്ന ശിവഗതിയാണ്. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് പഠിക്കുന്ന കുട്ടികൾക്കും കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ യോഗവിദ്യ കേട്ടോ. എല്ലാവർക്കും ഗുണമാകും. എല്ലാവരും ഭഗവാനെ അല്ല ആ സത്യബോധത്തെ, ആ ശുദ്ധബോധത്തെ, ഉള്ളിലുള്ള നിഷ്കളങ്കതയെ, സത്യത്തെ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പരമേശ്വരൻ്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് എനിക്കിത് പറയാൻ എനിക്ക് ഈ നിമിഷം നൽകിയ സാക്ഷാൽ ശിവഭഗവാന് പരമേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട്, മഹത്വം പറഞ്ഞുകൊണ്ട്, ആ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, എല്ലാം പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കിതെല്ലാം പറഞ്ഞു തരുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.